എല്ലാവർക്കും നമസ്കാരം. അക്കാഡമിയുടെ ഏറ്റവും പുതിയ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് നൗൺസ് ആണ്, ഗ്രാമർ പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് അക്കാഡമിയുടെ പ്ലസ് സബ്സ്ക്രിപ്ഷനെ പറ്റി ഞാൻ ഒന്ന് പറയാം. ഒരുപാട് പേര് എടുത്തിട്ടുണ്ട്, എടുക്കാത്തവർക്ക് വേണ്ടി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. അതായത് എന്താണ് ഇതിനകത്തുള്ളത് നോക്കാം. ലൈവ് ക്ലാസ്സസ് ആയിരിക്കും, എല്ലാം തന്നെ ലൈവ് ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല സ്ട്രക്ചേർഡ് കോഴ്സുകളായിരിക്കും, അതായത് ഓരോ കോഴ്സിനും അതിൻ്റെതായ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഇത് നോക്കാം. അതായത് ഒരു ദിവസം ഇത്ര സമയത്ത് നോക്കുള്ളൂ, അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ സൗകര്യത്തിന് എപ്പോൾ വേണേലും ഈ കോഴ്സുകളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ വീക്ക്ലി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരാഴ്ച പഠിച്ചത് നമുക്ക് എന്തുമാത്രം ഒരാഴ്ച പഠിച്ചു, മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയവയൊക്കെ നോക്കാനായിട്ട് നമുക്ക് വീക്ക്ലി ടെസ്റ്റും ഒക്കെ ഉണ്ട്. സോ അതും കുറച്ചുകൂടി നമ്മൾ എന്തുമാത്രം പഠിച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് സ്റ്റഡി പ്ലാൻസ്, കസ്റ്റമൈസ്ഡ് സ്റ്റഡി പ്ലാൻസ് ഉണ്ട്. അതായത് ഇപ്പം പലർക്കും പഠിക്കാൻ പല രീതിയായിരിക്കും അല്ലെ. പലർക്കും ചിലർ രാവിലെ എണീറ്റ് പഠിക്കുന്നവരുണ്ടായിരിക്കും, ചിലർ വൈകിട്ടായിരിക്കും, അതല്ലെങ്കിൽ ചിലർ ഈ ഓഫീസിലൊക്കെ പോയിട്ട് വന്ന് ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഒരു ടൈം സ്കെഡ്യൂൾ അനുസരിച്ച് തന്നെ നമുക്ക് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻസും ഒക്കെ തയ്യാറാക്കി കിട്ടും. ആൻഡ് ഓഫ് കോഴ്സ് സ്റ്റഡി മെറ്റീരിയൽസ്, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആയിരിക്കും നമുക്ക് കിട്ടുക. പേഴ്സണൽ ഗൈഡൻസ് ഉണ്ട്, അതായത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും. എല്ലാവർക്കും ഒരു പേഴ്സണൽ ഗൈഡൻസ് വേണം. അതുകൊണ്ട് തന്നെ അത് എക്സ്പേർട്ട് ആയിട്ടുള്ളവരൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് തരിക, ടോപ്പ് എക്സ്പേർട്സ് ആയിരിക്കും. അതുപോലെ തന്നെ ടെസ്റ്റ് അനാലിസിസ് ഉണ്ട്, അതും ടോപ്പ് എക്സാം എക്സ്പേർട്സ് ആയിരിക്കും നിങ്ങൾക്ക് ടെസ്റ്റ് അനാലിസിസ് ഒക്കെ നടത്തുക. അതുപോലെ എക്സ്പേർട്ട് ആയിട്ടുള്ളവരുടെ കയ്യിൽ നിന്ന് തന്നെ ഗൈഡ് ലൈൻസ് എല്ലാം കിട്ടും. സോ പ്ലസ് സബ്സ്ക്രിപ്ഷന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതുവരെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്കിപ്പോ കോഴ്സുകൾ വരുന്നത് 1 month ഉണ്ട്, 3 months, 6 months, പിന്നെ 1 year, 2 year അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ റേറ്റ് ഒന്ന് നോക്കാം. അതായത് 1 monthന്റെ ആണെങ്കിൽ 1350 ആണ് വരുന്നത്. അതിന്റെ കൂടെ എന്റെ കൂപ്പൺ കോഡ് REBA10 ആണ് എന്റെ കൂപ്പൺ കോഡ്. സോ REBA10 REBE10. സോ എന്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫ് കിട്ടും. അതായത് 10% കുറഞ്ഞു കിട്ടും. അതുപോലെ ഇത് എല്ലാത്തിലും ആപ്ലിക്കബിൾ ആണ്. കാരണം 3 monthsന്റെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, 3 monthsന്റെ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു മാസം 1133 rupees ആണ് വരുന്നത്. പക്ഷെ കൂപ്പൺ കോഡ് ഉണ്ടെങ്കിൽ 1020 ആണ് റേറ്റ് വരുന്നത് ഓരോ മാസവും. ഓരോ മാസത്തെയും നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പൊ ഞാൻ ഏറ്റവും നല്ലൊരു പ്ലാൻ എന്ന് വെച്ചാൽ 2 yearsന്റെ ഒരു പ്ലാൻ ഉണ്ട്. നമുക്ക് നമ്മുടെ സൗകര്യത്തിന് പ്ലാൻസ് എടുക്കാം. 2 yearsന്റെ പ്ലാനിലാണെങ്കിൽ ഒരു മാസം 325 rupeesേ വരുന്നുള്ളൂ ഒരു മാസത്തേക്ക്. അപ്പൊ ഈ 2 years നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കാം. അൺലിമിറ്റഡ് ആക്സസ് ആയിരിക്കും. അതായത് ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും ഒക്കെ പറ്റും. ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. ഒരു മാസം നോർമലി വരുന്നത് 325 rupees ആണ്. അങ്ങനെ ഒരു 2 years വരും, 24 months വരും. പക്ഷേ എന്റെ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം 293 rupees പേയ്മെന്റ് കൊടുത്താൽ മതി ഓരോ മാസത്തേക്ക്. അപ്പം കൂപ്പൺ കോഡ് മറക്കരുത്, REBA10 എന്നാണ് എന്റെ കൂപ്പൺ കോഡ്. സോ നിങ്ങൾക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്കിനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് നൗൺ ആണ്. ഇന്നത്തെ സെഷൻ നൗണിനെ പറ്റിയാണ്. അപ്പൊ നൗൺ എന്താണെന്ന് നോക്കും. അതിനുശേഷം നമ്മൾ നൗണിന്റെ 2 ക്ലാസിഫിക്കേഷൻസ് ആണ് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് എ നൗൺ? നൗൺ എന്താണ്? നമ്മൾ പണ്ടുപോലെ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ നൗണ്. നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ്. നൗൺ ഒരു നെയിമിംഗ് വേർഡ് ആണ്. നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ്. എന്തിന്റെയൊക്കെയാണ് നെയിമിംഗ് വേർഡ്? നൗൺ ഒരു നെയിമിംഗ് വേർഡ് ആണെന്ന് കണ്ടു. സോ നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ് ആൻഡ് ഇറ്റ് ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, ആനിമൽ ഓർ തിങ്. ഒന്നെങ്കിൽ ഒരു പ്ലേസ് ആകാം, പേഴ്സൺ ആകാം, ആനിമൽ ആകാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആകാം. ഓക്കെ, സോ നെയിമിംഗ് വേർഡ് ആണ്. അത് നമുക്ക് ചെറുപ്പത്തിലേ പഠിക്കുന്ന കാര്യം അല്ലെ, ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കുന്ന കാര്യമാണ്. നമുക്കിപ്പം ഏതാണ് ഒരു നൗൺ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ ഞാൻ പറയുന്നത്. ഡെഫിനിഷൻ ഒക്കെ ആയിട്ട് അങ്ങനെ പഠിക്കൊന്നും വേണ്ട, പക്ഷെ എന്താണ് നൗൺ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ എക്സാമ്പിൾസ് ഉണ്ടോ? ജെയിൻ. ജെയിൻ എന്താണ്? ഒരാളുടെ പേരാണ് അല്ലെ. നെയിം ഓഫ് എ പേഴ്സൺ. കാനഡ, നെയിം ഓഫ് എ പ്ലേസ്. monkey, name of an animal, and glass, name of an object. അപ്പോൾ നെയിമിംഗ് വേർഡ് ആണ് നൗൺ. അത്രയും ഒന്ന് ഓർത്തിരിക്കുക.
ആൻഡ് നമുക്ക് കുറച്ച് സെന്റൻസുകളുണ്ട്, അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് നൗൺസ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഐ ലവ് ഹിം ഡിസ്പൈറ്റ് ഹിസ് മിസ്റ്റേക്സ്. ഇവിടെ ഏതാണ് നൗൺ? ഏതാണ് ഇതിൻ്റെ അകത്ത് നൗൺ? മിസ്റ്റേക്സ് ആണ് അല്ലെ? മിസ്റ്റേക്സ് ആണ് ഇതിൻ്റെ അകത്ത് നൗൺ. ഫസ്റ്റ് സെന്റൻസിൽ ഐ ലവ് ഡോഗ്സ് ബട്ട് ഐ ഹേറ്റ് കാറ്റ്സ്. രണ്ട് നൗൺസ് ഉണ്ട്. നെയിം ഓഫ് ആനിമൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഡോഗും നൗൺ ആണ്, അതുപോലെ തന്നെ കാറ്റും നൗൺ ആണ്. രണ്ട് നൗൺസ് ഉണ്ട്. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഈവൻ ദോ ഇറ്റ് റെയിൻഡ് എ ലോട്ട് വി എൻജോയ് ദ ഹോളിഡേ. ഒരു ഡേ പറ്റി പറയാണല്ലേ, ഹോളിഡേ. സോ നൗൺ ആണ്. ആൻഡ് ഷി വാസ് എ നൈസ് വുമൻ ഫോർ ഓൾ ദാറ്റ്. ഇതൊരു നൗണിന്റെ എക്സാമ്പിൾ അല്ലേ? ഇത് ഏത് ടൈപ്പ് ഓഫ് നൗൺ ആണെന്നുള്ളത് നമ്മൾ അടുത്ത സെഷനിൽ കാണും. അതായത് അടുത്ത സ്ലൈഡ് അതിനെ പറ്റിയാണ്. ഇത് ടൈപ്സ് ഓഫ് നൗൺ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഏത് നൗൺ ആണെന്ന് പറയാത്തത്, ഏത് ടൈപ്പ് ഓഫ് നൗൺ ആണെന്ന് പറയാത്തത്. നമ്മൾ രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് ഐ റിയലി വോണ്ട് എ പെയർ ഓഫ് ജീൻസ്. ഏതായിരിക്കും നൗൺ? ജീൻസ് അല്ലേ? ഐ റിയലി വോണ്ട് എ പെയർ ഓഫ് ജീൻസ്. സോ നൗൺസിന്റെ ഏകദേശം ഒരു ഐഡിയ, നൗൺ എന്താണെന്ന് കണ്ടല്ലോ അല്ലെ? ഇത്രയല്ല, നമ്മൾ ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൗൺസ് കാണും. രണ്ട് ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. സോ ടൈപ്സ് ഓഫ് നൗൺ. ആദ്യത്തെ ടൈപ്പിൽ 5 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആൻഡ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കോമൺ നൗൺ. കോമൺ നൗൺ എന്താണ്? ഒരു കോമൺ നെയിം. കോമൺ നൗൺ ആസ് നെയിം സജസ്റ്റ് എ കോമൺ നെയിം ഗിവൻ ടു എ പേഴ്സൺ, പ്ലേസ്, ആനിമൽ ഓർ തിങ്. Common noun is a general name given to a person, place, animal or thing. A common ആയിട്ടുള്ള ഒരു നെയിം, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു നെയിം. ഫോർ എക്സാമ്പിൾ ബോയ്. അത് ഏത് ബോയ് വേണേലും ആകാം. ഞാൻ ഏത് ബോയ് ആണെന്ന് പറഞ്ഞാൽ ഒരു ബോയ്, ഒരു ആൺകുട്ടി. ഏത് പർട്ടിക്കുലർ ആയിട്ടൊരു പേരെന്ന് പറഞ്ഞാൽ എ ബോയ്. ടീച്ചർ, ക്യാൻ ബി ഓഫ് എനി ടീച്ചർ. മേ ബി മാത്സ് ടീച്ചർ ആകാം, ഫിസിക്സ് ടീച്ചർ ആകാം, ഇംഗ്ലീഷ് ടീച്ചർ ആകാം, ഏത് ടീച്ചറും ആകാം. പക്ഷെ കോമൺ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരാളെ ടീച്ചർ എന്ന് പറയും. ടീച്ചർ. ടൗൺ, ഏത് ടൗൺ വേണമെങ്കിലാകാം. ഒരു കോമൺ ആയിട്ട് പറഞ്ഞാണ് ടൗൺ. കൺട്രി, സ്പെസിഫിക് ആയിട്ട് ഒരു കൺട്രിയുടെ പേര് ഇവിടെ പറയുന്നില്ല. ഡോഗ്, ആരുടെ ഡോഗ് വേണമെങ്കിലാകാം, ഏത് ബ്രീഡ് വേണമെങ്കിലും ആകാം. ഇവിടെ പെർട്ടിക്കുലർ ആയിട്ട് ഇന്ന ഡോഗ് ആണ് നമ്മൾ പറയുന്നില്ല. ആൻഡ് പേസ്റ്റ്, പേസ്റ്റ് എന്നാണ് പറയുന്നത് അല്ലേ? ഒരു ഒബ്ജക്റ്റ് ആണ്, പേസ്റ്റ് എന്നാണ് പറയുന്നത്. ഏത് ബ്രാൻഡ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഇന്ന ബ്രാൻഡ് എന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. ആൻഡ് നെക്സ്റ്റ് മൗണ്ടൻ. മൗണ്ടൻ, ഏത് മൗണ്ടൻ ആണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. സോ ഇങ്ങനത്തെ വേർഡ്സ് ആണ് കോമൺ നൗൺ എക്സാമ്പിൾസ്. അതായത് കോമൺ നൗൺ എന്താണ്? എ കോമൺ നെയിം ഗിവൻ ടു എ പേഴ്സൺ, പ്ലേസ്, ആനിമൽ ഓർ ഒബ്ജെക്ട്. ഓക്കെ, ഡെഫിനിഷൻ പാർട്ട് ക്ലിയർ ആയാലും നമുക്ക് ഇനി സെന്റൻസിൽ എങ്ങനെ വരും നോക്കാം. ഓക്കെ, സെന്റൻസിൽ എങ്ങനെ വരും നോക്കാം. യു ബ്രോക്ക് മൈ ഫേവറേറ്റ് മഗ്. എന്റെ ഫേവറേറ്റ് മഗ് നീ പൊട്ടിച്ചു. സോ മഗ് ഇവിടെ ഒരു കോമൺ നൗൺ എക്സാമ്പിൾ ആണ്. മഗ്, അത് ഏത് മഗ് ആണെന്ന് പറയുന്നില്ല. ബ്ലാക്ക് കളേർഡ് മഗ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിന്റഡ് മഗ് ആണോ ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ഫേവറേറ്റ് മഗ് എന്നേ പറയുന്നുള്ളൂ. സോ ഹിയർ മഗ് എന്താണ്? കോമൺ നൗൺ എക്സാമ്പിൾ അല്ലേ മഗ്? യെസ്. ഐ റിയലി വാണ്ട് എ ന്യൂ പെയർ ഓഫ് ജീൻസ്. എനിക്ക് പുതിയൊരു ജീൻസ് വേണം. സോ ഏത് ജീൻസ് ആണ്, ഏത് കളറാണ്, ഏത് ബ്രാൻഡ് ആണ് ഒന്നും പറഞ്ഞിട്ടില്ല. ജീൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഏത് ജീൻസ് എന്ന് പറഞ്ഞിട്ടില്ല. കോമൺ ആയിട്ട് ജീൻസിനെ പറഞ്ഞിട്ടുള്ളൂ. സോ ജീൻസ് ഇവിടെ എന്താണ്? കോമൺ നൗണിന് എക്സാമ്പിൾ ആണ്. ഐ വിഷ് ഐ കുഡ് റിമെമ്പർ ദ നെയിം ഓഫ് ദാറ്റ് പെയിന്റർ. ആ പെയിന്ററിന്റെ പേര് ഞാൻ ഓർത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ ഏത് പെയിന്റർ ആണ് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഏതോ ഒരു പെയിന്റർ, ആ പെയിന്ററിന്റെ പേര് അറിയില്ല. സോ പെയിന്റർ എന്ന് പറയുന്നത് നമ്മളിവിടെ എന്താണ് എടുക്കുന്നത്? കോമൺ നൗൺ ആണ്. സോ കോമൺ. They are all waiting for us at the restaurant. ഏത് റെസ്റ്റോറന്റിലാന്ന് പറയുന്നില്ല. റെസ്റ്റോറന്റ് ഏത് റെസ്റ്റോറന്റ് വേണമെങ്കിലും ആ ഒരു റെസ്റ്റോറന്റിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഏത് റെസ്റ്റോറന്റ് ആണെന്ന് അറിയില്ല. They are all waiting for us at the restaurant. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത് നോക്കൂ. I really want to live in the city. It can be of any city. It can be of any city. ഏത് സിറ്റി വേണമെങ്കിലും ആകാം. എവിടെ താമസിക്കണം എന്ന്, ഏത് സിറ്റിയിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ സിറ്റിയിൽ താമസിക്കണം എന്നാണ് പറയുന്നത്. സോ സിറ്റി എന്താണ്? കോമൺ നൗൺ എക്സാമ്പിൾ ആണ്. സോ കോമൺ നൗൺ എന്താണെന്ന് കണ്ടല്ലോ? എ ജനറൽ ഓർ എ കോമൺ നെയിം ഗിവൻ ടു എ പേഴ്സൺ, പ്ലേസ്, ആനിമൽ ഓർ തിങ്. ഓക്കെ, കോമൺ ആയിട്ട് കൊടുക്കുന്ന പേര്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത നൗൺ നോക്കുവാണ്. പ്രോപ്പർ നൗൺ.
കോമൺ നൗൺ നമ്മൾ കണ്ടു കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു പേരാണ് അല്ലെ. പക്ഷെ പ്രോപ്പർ നൗണിൽ നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരാളെ പറ്റിയായിരിക്കും പറയാം. സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയും ഇതാണ് കാര്യം. അതായത് മുമ്പേ നമ്മൾ ബോയ് എന്ന് കണ്ടു, ഏത് ബോയ് ആണെന്ന് ഇവിടെ നമ്മൾ പറയും. ഏത് ടീച്ചർ, മുമ്പേ നമ്മളൊരു ടീച്ചർ കോമൺ നൗൺ ആണെങ്കിൽ ഏത് ടീച്ചറിനെ പറ്റിയാണ് പറയുന്നതെന്ന് നമ്മൾ പ്രോപ്പർ നൗണിൽ പഠിക്കും. സോ പ്രോപ്പർ നൗൺ specific name of a person, place or animal or things. Okay, specific name നോക്കാം. specific name of a person, ആരുടെയൊക്കെയാണ്? പേഴ്സൺ. അതെല്ലാം സെയിം, എല്ലാവർക്കും നൗൺ എന്താണെന്ന് അറിയാലോ. പേഴ്സൺ, പ്ലേസ്, ആനിമൽ, തിങ്. നെയിമിംഗ് വേർഡ് ആണ്. ഏതിന്റെയൊക്കെയാണ്? ഇതൊക്കെ. സോ സ്പെസിഫിക് നെയിം ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് സ്പെസിഫിക് നെയിം ആണ്. മറ്റേ കോമൺ നെയിം ആയിരുന്നു, ജനറൽ നെയിം ആയിരുന്നു. ഹിയർ പ്രോപ്പർ ആയിട്ട് പറയുന്നതാണ്. എക്സാമ്പിൾ നോക്കിക്കേ, രവി. മുമ്പേ ബോയ് എന്നായിരുന്നു, ഇവിടെ എന്താ വന്നിരിക്കുന്നത്? രവി. മറ്റാരെ പറ്റിയല്ല, രവിയെ പറ്റിയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. മിസ് ഷീജ, ഏത് മിസ്സാണ്? ഷീജ. ഡെൻമാർക്ക്, സ്ഥലം കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. സോ ഇതൊക്കെ പ്രോപ്പർ നൗൺ എക്സാമ്പിൾ ആണ്. കൺട്രി, നെയിം ഓഫ് എ കൺട്രി, ഇന്ത്യ. സോ ഏത് നൗൺ ആണ് ഇവിടെ പറയുന്നുണ്ട്? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് പ്രോപ്പർ നൗൺ. ക്ലോസപ്പ്, ക്ലോസപ്പ് ഉണ്ട്, മൗണ്ട് എവറസ്റ്റ് ഉണ്ട്. ക്ലോസപ്പ് പേസ്റ്റ് ആണല്ലേ, മുമ്പ് നമ്മൾ പേസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു പേസ്റ്റ് അല്ല, കറക്റ്റ് ആയിട്ട് പെർട്ടിക്കുലർ ആയിട്ട് പറയുന്നുണ്ട് ഏത് പേസ്റ്റിനെ പറ്റിയാണ് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഹിയർ ഏത് പേസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്? ക്ലോസപ്പ് ഏത് പേസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്? സോറി, ഏത് നൗണിനെ പറ്റിയാണ് പറയുന്നത്? ക്ലോസപ്പ് എന്ന ബ്രാൻഡ് പറയുന്നുണ്ട് അല്ലേ. സോ പ്രോപ്പർ നൗൺ ആണ്. എക്സാമ്പിൾ എന്താണ്? പ്രോപ്പർ നൗണിന്റെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് നോക്കൂ, മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ് ഏതെങ്കിലും ഒരു മൗണ്ടൻ അല്ല, മൗണ്ട് എവറസ്റ്റ്. സോ ക്ലിയർ ആണോ ഇത്? ഓക്കെ, അത് ക്ലിയർ അല്ലേ? അങ്ങനെ അടുത്ത അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ടോം ഈസ് ദ ക്യൂട്ടസ്റ്റ് കിറ്റൺ എവർ. ടോമിനെ പറ്റിയാണ് പറയുന്നത്, ഏതെങ്കിലും ഒരു കിറ്റണിനെ പറ്റിയല്ല. ഹിയർ നെയിം സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടോം ഈസ് ദ ക്യൂട്ടസ്റ്റ് കിറ്റൺ എവർ. നോക്കൂ, ടോം ഈസ് ദ ക്യൂട്ടസ്റ്റ് കിറ്റൺ. ഐ ആം ക്രേവിംഗ് ഓറിയോസ്. ഐ ആം ക്രേവിംഗ് ഓറിയോസ്. ഏത് ബിസ്ക്കറ്റ് ആണ്? ബിസ്ക്കറ്റ് എന്ന് കൊടുത്തിട്ട് നമുക്കത് കോമൺ നൗൺ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ പെർട്ടിക്കുലർ ആയിട്ട് പറയുന്നുണ്ട് ഓറിയോസ് ആണ്. ഐ ആം ക്രേവിംഗ് ഓറിയോസ്. ഓക്കെ, ഓറിയോസ്. സോ ഓറിയോസ് ആണ്. ഓറിയോസ് എന്താണ്? പ്രോപ്പർ നൗണിന് എക്സാമ്പിൾ ആണ്. ലെറ്റ്സ് ഗോ ടു നൈനിറ്റാൾ. എങ്ങോട്ട് പോകണമെന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. സോ നൈനിറ്റാൾ ഈസ് എക്സാമ്പിൾ ഓഫ് പ്രോപ്പർ നൗൺ. They are all waiting for us at the Burger King cafe. മുമ്പേ നമ്മൾ റെസ്റ്റോറന്റിനായിരുന്നു കണ്ടത്. ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഏത് കഫേ ആണ്? ബർഗർ കിങ് കഫേ. ഓക്കെ, ബർഗർ കിങ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് പറയുന്നുണ്ട്. സോ പ്രോപ്പർ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. സോ ബർഗർ കിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രോപ്പർ നൗൺ. ഐ റിയലി വാണ്ട് ടു ലീവ് ഇൻ ദുബായ്. മുമ്പേ സിറ്റി ആയിരുന്നു അല്ലെ. ഇപ്പൊ എവിടെയാണ് താമസിക്കേണ്ടത് പറയുന്നുണ്ട്? ദുബായ്. ദുബായിൽ തന്നെ ജീവിക്കണം. സോ കറക്റ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ഏതെങ്കിലും എടുത്ത് ജീവിച്ചാൽ പോരാ. റിയലി വാണ്ട് ടു ലീവ് ഇൻ ദുബായ്. സോ പ്രോപ്പർ നൗൺ എക്സാമ്പിൾ ആണ്. ഇപ്പൊ കോമണും പ്രോപ്പറും ആയിട്ടുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ അല്ലെ. കോമൺ നൗണിൽ അതൊരു കോമൺ ആയിട്ട് ഒരു ജനറൽ ആയിട്ട് കൊടുക്കുന്ന ഒരു പേരാണ്. ബട്ട് പ്രോപ്പർ നൗണിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയും ഏതാണ് എവിടെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്താണ്? കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ്. ഒരു ഗ്രൂപ്പിനെയാണ്, ഒരു കളക്ഷനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. കളക്ഷൻ ഓഫ് പേഴ്സൺസ്, കളക്ഷൻ ഓഫ് ആനിമൽസ് ഓർ കളക്ഷൻ ഓഫ് തിങ്സ്. സോ എപ്പോഴും കളക്ഷന്റെ കാര്യമാണ് ഈ ഗ്രൂപ്പിൽ പറയുന്നത്. സോറി, കളക്റ്റീവ് നൗണിൽ പറയുന്നത്. നമ്മൾ സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ഒന്നും ഇവിടെ നോക്കില്ല, ഗ്രൂപ്പ് വേണം. പീപ്പിൾ, കുറച്ച് പേര് ഉണ്ടെങ്കിലല്ലേ നമ്മൾ മോർ ദാൻ 2 ഉണ്ടെങ്കിലല്ലേ നമ്മൾ പീപ്പിൾ എന്ന് എടുക്കുകയുള്ളൂ. കമ്മിറ്റി, 1-2 പേരാണോ? അല്ല, ഗ്രൂപ്പ് എപ്പോഴും റിഫർ ടു മോർ ദാൻ 2. ഗ്രൂപ്പ് ഓഫ് കളക്റ്റീവ് നൗൺ എന്താണ്? ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ് അല്ലെ. ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. സോ മോർ ദാൻ 2. ഗ്രൂപ്പ് മീൻസ് മോർ ദാൻ 2. Please don't mind my handwriting, okay? More than 2. Okay? People, committee, crowd. Crowd എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ആണല്ലേ. ടീം ഓഫ് പ്ലേയേഴ്സ്, കുറച്ച് പ്ലേയേഴ്സിന്റെ ഒരു ടീം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഒരു കുറച്ച് ആളുകളുണ്ടല്ലേ. ഹേർഡ് ഓഫ് ഷീപ്പ്. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലോക്ക്, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് നമ്മൾ പറയാറില്ലേ. ഒരു 1-2 പൂവല്ല, ഒരു ബഞ്ചാണ്. ഫ്ലവറിന്റെ ഒരു ബഞ്ചാണ്. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. സോ
ഇതൊക്കെ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അല്ലേ? അല്ലേ? അതുകൊണ്ടാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നതാണ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, ആനിമൽസ് ഓർ തിങ് റെഫർ ടു എ ഗ്രൂപ്പ്. ഓക്കെ, ആൻഡ് അടുത്ത നോക്കൂ. അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾസും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Our class took a field trip to the Natural History Museum. Our class എന്നാണ് പറയുന്നത്. ക്ലാസ്സിൽ കോഴ്സ് കുറച്ച് കുട്ടികളാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളല്ലേ, സ്റ്റുഡൻസ് അല്ലേ എപ്പോഴും ക്ലാസ്സിൽ കാണുക, ഒന്നോ രണ്ടോ പേരാണോ? സോ ക്ലാസ് എന്താണ്? ക്ലാസ് എന്തിന് എക്സാമ്പിൾ ആണ്? ക്ലാസ് is an example of collective noun. Okay. Next നോക്കൂ. This year's basketball team includes 3 players who are over 6 feet tall. ഈ വർഷത്തെ ബാസ്കറ്റ്ബോൾ ടീമിൽ 6 ഫീറ്റ് ടോൾ ആയിട്ട് 6 ഫീറ്റിലും കൂടുതൽ പൊക്കമുള്ള 3 പ്ലെയേഴ്സ് ഉണ്ട്. ആ ടീമിലാണ് പറയുന്നത്. സോ ടീം എന്താണ് ഇവിടെ? ടീം കളക്റ്റീവ് നൗൺ ആണല്ലേ? ടീം ഓഫ് പ്ലെയേഴ്സ്. നെപ്പോളിയൻസ് ആർമി വാസ് ഫൈനലി ഡിഫീറ്റഡ്. നെപ്പോളിയൻസ് ആർമി, ആർമി എന്നതാണ് ഒരു ഗ്രൂപ്പ് അല്ലേ? സോ ആർമി, നെപ്പോളിയൻസ് ആർമി വാസ് ഫൈനലി ഡിഫീറ്റഡ്. ആർമി എന്താണ് ഇവിടെ? കളക്റ്റീവ് നൗണിന് എക്സാമ്പിൾ ആണ്. The town council has approved plans to create a new park. അപ്പം ന്യൂ പാർക്ക്, ഒരു പുതിയ പാർക്ക് തുടങ്ങുന്നതിന്റെ അപ്രൂവൽ തന്നിട്ടുണ്ട് ടൗൺ കൗൺസിൽ. ഓക്കെ, സോ കൗൺസിൽ ഒന്നോ രണ്ടോ പേരല്ല, ഒരു ഗ്രൂപ്പാണ്. കൗൺസിലില് സീനിയർ അതോറിറ്റീസ് കാണും, അതുപോലെ ഗ്രൂപ്പ് കാണും. സോ ഒരു ഗ്രൂപ്പിനാണ് പറയുന്നത് കൗൺസിൽ. He comes from a huge family. He comes from a ഹ്യൂജ് ഫാമിലി, ഒരു വലിയ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഫാമിലി കോഴ്സ് ഒരു ഗ്രൂപ്പ് ആണല്ലോ. ഇപ്പം ഒരു ഫാമിലിയിൽ എത്ര പേരുണ്ട് നമുക്ക്? നമ്മുടെയൊക്കെ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ആണല്ലോ. അപ്പൊ ഫാമിലിക്ക് എന്താ പറയാ? ഒരു കളക്റ്റീവ് നൗൺ ആണ് അല്ലേ? കളക്റ്റീവ് നൗൺ. ഓരോ ഫാമിലിയിലും മെമ്പേഴ്സ് ഡിഫറൻസ് ആയിരിക്കും, അതായത് മെമ്പേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. കാരണം പലയിടത്തും ഇപ്പൊ സിംഗിൾ മദർ ഉണ്ടാവും, അല്ലെങ്കിൽ പേരൻസും 2 കുട്ടികൾ 3 കുട്ടികൾ, അങ്ങനെ പല ഇതായിരിക്കും. പക്ഷെ ആ ഒരു ഗ്രൂപ്പ് ആണല്ലേ ഫാമിലി. സോ ഒരാൾ മാത്രമാണെങ്കിൽ ഫാമിലി ആകുമോ? ഇല്ല. സോ ഫാമിലി കംപ്ലീറ്റ് ആവണേ ഒരു ഗ്രൂപ്പ് അല്ലേ? അതുകൊണ്ടാണ് ഹി കംസ് ഫ്രം എ ഹ്യൂജ് ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി എന്താണ്? ഫാമിലി എന്താണ്? കളക്റ്റീവ് നൗണിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത എന്താന്ന് നോക്കാം. അബ്സ്ട്രാക്ട് നൗൺ. അബ്സ്ട്രാക്ട് നൗൺ എന്താണ്? എ നൗൺ ഡിനോട്ടിംഗ് ആൻ ഐഡിയ, ക്വാളിറ്റി ഓർ വിച്ച് ഹാസ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുമ്പോൾ ഒരു നൗൺ ആണ്, ഡിനോട്ടിംഗ് ആൻ ഐഡിയ. ഒന്ന് ഐഡിയ ഓർ ക്വാളിറ്റി, ഐഡിയ അല്ലെങ്കിൽ ക്വാളിറ്റി, ആൻഡ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. ഈ നൗണിന് വിച്ച് ഹാസ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്, ഫിസിക്കൽ ആയിട്ട് ഒരു എക്സിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ടാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. കാരണം നമുക്ക് എങ്ങനെയാ നോക്കാം. സ്ട്രെങ്ത്, ഇന്നസെൻസ്, ജസ്റ്റിസ്, ഫിയർ, ഓണസ്റ്റി. നമുക്കൊരു ഷോപ്പിൽ ചെന്നിട്ട് ഇന്നസെൻസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്ക് പറയാം രവി ഈസ് ആൻ ഇന്നസെന്റ് ബോയ് എന്ന് നമുക്ക് പറയാം. പക്ഷെ നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? ഇന്നസെൻസ് ഒരു ഫിസിക്കൽ ഫോം ഉണ്ടോ? കാണാൻ പറ്റുമോ? ഇല്ല. ഐഡിയ, ഒരു നമുക്ക് ക്വാളിറ്റി, ഐഡിയ, ഇമോഷൻസ് ഒന്നും ഫിസിക്കൽ ഫോം ഇല്ല അല്ലേ? പക്ഷെ അങ്ങനെ ഒരു കാര്യമുണ്ട്. അതിനാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. സ്ട്രെങ്ത് കാണാം, നമുക്ക് കടയിൽ പോയി വാങ്ങിക്കാൻ പറ്റും. ഒരു ഫിസിക്കൽ ഫോം ഉണ്ടോ? ഇല്ല. ജസ്റ്റിസ്, ഫിയർ, ഇതൊക്കെ നമുക്ക് ഓരോ ഇമോഷൻസും അല്ലെങ്കിൽ തോട്ട്സും അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാളിറ്റി, ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ്. അതിനാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ട് ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾസ് കണ്ടോ. സ്ട്രെങ്ത്, ഇന്നസെൻസ്, ജസ്റ്റിസ്, ഫിയർ, ഓണസ്റ്റി. ഇനിയുണ്ട് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഡീറ്റെയിൽ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, ഐ വാണ്ട് ടു സീ ജസ്റ്റിസ് സെർവ്ഡ്. ഐ വാണ്ട് ടു സീ ജസ്റ്റിസ് സെർവ്ഡ്. ഓക്കെ, ജസ്റ്റിസ് നമുക്ക് കാണാൻ പറ്റുമോ? ഫിസിക്കൽ ഫോം ഉണ്ടോ? നമുക്ക് പറയാം ജസ്റ്റിസ് ആസ് ഡൺ എന്നൊക്കെ പറയാം. പക്ഷേ ഒരു ഫിസിക്കൽ ഫോം ഉണ്ടോ? ഇല്ല. നമുക്ക് കടയിൽ പോയി പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഒരു ഷോപ്പിൽ പോയിട്ട് ജസ്റ്റിസ് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ജസ്റ്റിസ് എന്താണ്? അബ്സ്ട്രാക്ട് നൗണിന് എക്സാമ്പിൾ ആണ് ജസ്റ്റിസ്. ആൻഡ് അടുത്ത നോക്കൂ. ഐ വുഡ് ലൈക്ക് ദ ഫ്രീഡം ടു ട്രാവൽ ഓൾ ഓവർ ദ വേൾഡ്. ഫ്രീഡം, ഫ്രീഡം ഒരു അബ്സ്ട്രാക്ട് നൗണിന് എക്സാമ്പിൾ ആണ്. ഐ വുഡ് ലൈക്ക് ടു ട്രാവൽ, സോറി, ഐ വുഡ് ലൈക്ക് ദ ഫ്രീഡം ടു ട്രാവൽ ഓൾ ഓവർ ദ വേൾഡ്. എനിക്ക് ലോകം മുഴുവൻ ചുറ്റി നടക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ ഐ വുഡ് ലൈക്ക് ദ ഫ്രീഡം ടു ട്രാവൽ ഓൾ ഓവർ ദ വേൾഡ്. എനിക്ക് ആ ഒരു ഫ്രീഡം ആണ് വേണ്ടത്. Our friendship will last forever. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്നും നിലനിൽക്കുന്ന ഒന്നാണ്. Our friendship will last
forever. ഓക്കെ, അടുത്ത നോക്കൂ. ഫ്രണ്ട്ഷിപ്പ് എന്താണ്? സൗഹൃദം. നമുക്ക് കാണാൻ പറ്റുമോ? നമുക്ക് പറയാം ഹിസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം. പക്ഷെ നമ്മൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്കൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടോ? ഒരു ഫിസിക്കലായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും, ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇതാണ്. അല്ലെങ്കിൽ നമുക്കൊരു പർച്ചേസ് ചെയ്യാൻ പറ്റും ഷോപ്പിൽ നിന്നിട്ട് ഒരു 1 kg ഫ്രണ്ട്ഷിപ്പ് ഇല്ല. സോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അതൊരു അബ്സ്ട്രാക്ട് നൗൺ ആണ്, അബ്സ്ട്രാക്ട് ആണ്. ഓക്കെ, ലവ് ഈസ് എ കൈൻഡ് ഓഫ് ഇറസിസ്റ്റിബിൾ ഡിസയർ. ഡിസയർ നമുക്ക് കാണാൻ പറ്റുമോ? എനിക്ക് അയാളോട് ഭയങ്കര ഡിസയർ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസയർ ആണ്, നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അത് ഡിസയർ എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള നൗൺ ആണ്. ആൻഡ് ഷീ ഈസ് ഓൾവേസ് സിൻസിയർ ടു മീ. എൻ്റെ അടുത്ത് അവൾ എപ്പോഴും സിൻസിയർ ആണ്. പക്ഷെ നമുക്ക് ഈ സിൻസിയർ കാണാൻ പറ്റുമോ? ക്യാൻ വി സീ സിൻസിയാരിറ്റി? നോ. സിൻസിയാരിറ്റിക്ക് ഒരു ഫിസിക്കൽ ഫോം ഒന്നും ഇല്ല. സോ സിൻസിയർ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് നൗണിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സിൻസിയർ ടു മീ, ഷീ ഈസ് ഓൾവേസ് സിൻസിയർ ടു മീ. സോ അബ്സ്ട്രാക്ട് നൗണിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ കണ്ടത്. And the last one, material noun. Material noun. Material noun എന്താണ്? Material noun is a name given to the material made up of something. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട്, അതായത് മെറ്റീരിയൽ ആയിരിക്കും. ഇതൊരു മെറ്റീരിയൽ ആണ്. ലൈക്ക് എന്തെങ്കിലും കോട്ടൺ, ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, ഇതൊക്കെ മെറ്റീരിയൽ നോൺ എക്സാമ്പിൾസ് ആണ്. ഇതൊരു ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇതിൽ നമുക്ക് വേറെ പലതും ഉണ്ടാക്കാൻ പറ്റും. ഗോൾഡ് ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഗോൾഡ് ഫോം കിട്ടുന്നത്, അല്ലെ? അതിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഗോൾഡ് വെച്ച് ഉണ്ടാക്കാം. ഗോൾഡ് നെക്ലേസ് ഉണ്ട്, ഇയറിംഗ്സ് ഉണ്ട്, ബ്രേസ്ലെറ്റ്സ് ഉണ്ട്, റിങ്സ് ഉണ്ട്, പലതുണ്ട്, അല്ലെ? സോ ഓൾറെഡി കഴിഞ്ഞ് കുറെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് വരുന്നതാണ്. ആൻഡ് ഈ ഒരു മെറ്റീരിയൽ വെച്ച് നമുക്ക് പലതും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ കോട്ടൺ, ഗോൾഡ്, സിൽവർ. അപ്പം മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത് എന്താണ്? നെയിം ഗിവൻ ടു ദ മെറ്റീരിയൽ മെയ്ഡ് അപ്പ് ഓഫ് സംതിങ്. ആ ഒരു മെറ്റീരിയൽ മെയ്ഡ് അപ്പ് ഓഫ് സംതിങ്, അതുകൊണ്ടാണ് മെറ്റീരിയൽ നൗൺ എന്ന് ഇതിന് പേര് വന്നത്. ഓക്കെ, സോറി. ഓക്കെ, നെക്സ്റ്റ് നോക്കപ്പോൾ നമുക്ക് അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് കാണാം, കുറച്ചുകൂടി ക്ലിയർ ആകും. ഫസ്റ്റ് വൺ, കോട്ടൺ ഡ്രസ്സസ് ആർ വെരി ചീപ്പ് ആൻഡ് കംഫർട്ടബിൾ. കോട്ടൺ ഡ്രസ്സസ് ആർ വെരി ചീപ്പ് ആൻഡ് കംഫർട്ടബിൾ. കോട്ടൺ ഡ്രസ്സസ് വളരെ ചീപ്പാണ്, മാത്രമല്ല കംഫർട്ടബിൾ ആണ്. Cotton dresses are very cheap and comfortable. So cotton എന്ന് പറയുന്നത് എന്താണ്? ഒരു മെറ്റീരിയൽ നൗൺ എക്സാമ്പിൾ അല്ലേ കോട്ടൺ? കോട്ടൺ ഡ്രസ്സസ് ആർ വെരി ചീപ്പ്. കോട്ടൺ മെറ്റീരിയൽ നൗൺ ആണ്, അല്ലേ? കോട്ടൺ മെറ്റീരിയൽ നൗൺ ആണ്. നമുക്ക് കോട്ടൺ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റില്ലേ? കോട്ടൺ ഡ്രസ്സസ്. My mom purchased a gold ring for me. Gold ring. Gold ring ആണ് ഇവിടെ മെറ്റീരിയൽ നൗൺ. ഓക്കെ, മെറ്റീരിയൽ നൗൺ ആണ് ഗോൾഡ്. Most of the industries use fiber. Fiber എന്താണ്? ഒരു മെറ്റീരിയൽ നൗൺ അല്ലേ? മെറ്റീരിയൽ നൗൺ അല്ലേ ഫൈബർ? My father has a shop for diamonds. ഡയമണ്ട്സിന്റെ ഒരു ഷോപ്പാണ്. വേറെ ഷോപ്പ് എന്താന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡയമണ്ട് ഷോപ്പാണ്. സോ ഡയമണ്ട്സ് എന്താണിത്? മെറ്റീരിയൽ നൗണിന് എക്സാമ്പിൾ ആണ്. Calcium is a good mineral for health. Calcium is a good mineral for health. So calcium എന്താണ്? മെറ്റീരിയൽ നൗൺ ആണ്, അല്ലേ? കാൽസ്യം മെറ്റീരിയൽ. സോ നമുക്കിപ്പം 5 ടൈപ്സ് നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, കോമൺ നൗൺ കണ്ടു. കോമൺ നൗൺ ഒരു കോമൺ നെയിം ആണ്. ഒരു കോമൺ നെയിം ഗിവൻ ടു എ പേഴ്സൺ, പ്ലേസ്, ആനിമൽ ഓർ തിങ്. കോമൺ നെയിം. ഓക്കെ, കോമൺ നെയിം ആണ്. ആൻഡ് അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. അടുത്ത് പ്രോപ്പർ ആണ്, അത് പെർട്ടിക്കുലർ ആയിട്ട് പറയുന്നുണ്ട്. പ്രോപ്പർ നൗൺ ഈസ് സ്പെസിഫിക് തീം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, ആനിമൽ ഓർ തിങ്. അതിന്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു. അടുത്ത് നമ്മൾ കളക്റ്റീവ് നൗൺ കണ്ടു, അല്ലേ? കളക്ഷൻ ആണ്. കളക്റ്റീവ് നൗൺ ഓൾവേസ് റെഫർ ടു എ കളക്ഷൻ, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, ആനിമൽസ് ഓർ തിങ്സ്. അടുത്ത നോക്കൂ, അവർ ക്ലാസ് ടു എ ഫീൽഡ് ട്രിപ്പ്. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ക്ലാസ് എന്നുള്ളതാണ് കളക്റ്റീവ് നൗണിന്റെ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ. ആൻഡ് അബ്സ്ട്രാക്ട് നൗൺ നോക്കൂ. അടുത്ത് നമ്മൾ കണ്ടത് അബ്സ്ട്രാക്ട് നൗൺ ആണ്, അല്ലെ? ഫോർത്ത് വൺ അബ്സ്ട്രാക്ട് നൗൺ ആണ്. അബ്സ്ട്രാക്ട് നൗണിന് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആൻഡ് always it represents an idea, quality or which has no physical existence. Okay, and in examples നമ്മൾ കണ്ടു. and last നമ്മൾ എന്താണ് കണ്ടത്? material noun, അല്ലേ? what is a material noun? material noun is the name given to the material made up of something. നമ്മൾ മെറ്റീരിയൽ, ഒരു മെറ്റീരിയലിനെ made up of something, വേറെ എന്തെങ്കിലും ആയിട്ട്, വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ആ ഒരു മെറ്റീരിയൽ വേറെ എന്തെങ്കിലും ഒക്കെ ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞും വന്നതായിരിക്കും. അതൊക്കെയാണ് നമ്മൾ മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കണ്ടു. അപ്പൊ ആദ്യം നമ്മൾ നോക്കിയത് നൗൺസ് ആണ്. നൗണിന്റെ ഒരു നൗൺ എന്താണെന്ന് മനസ്സിലായാലും നെയിമിംഗ് വേർഡ് ആണ്.
ഇറ്റ് ക്യാൻ ബി നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, ആനിമൽ ഓർ തിങ്. ആൻഡ് ആഫ്റ്റേഴ്സ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കിയത്. അതിൽ 5 എണ്ണം ഉണ്ടായിരുന്നു. അതായത് കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, കളക്റ്റീവ് നൗൺ, അബ്സ്ട്രാക്ട് നൗൺ ആൻഡ് മെറ്റീരിയൽ നൗൺ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ നമ്മൾ കാണാൻ പോവാണ്. ഇനി രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, two types of nouns. Two types of nouns ഏതൊക്കെയാന്ന് നോക്കാം. Countable noun. First one, countable noun with plural forms. Countable noun എന്ന് പറയുമ്പോൾ countable nouns can be counted. നമുക്കറിയാം കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് countable nouns അല്ലേ. And uncountable nouns cannot be counted. അതാണ് നമ്മൾ ബേസിക് ആയിട്ട് പറയുന്ന ഒരു ഡെഫിനിഷൻ. Can be counted എന്നും പറയും. അത് countable nouns. Cannot be counted എന്ന് പറയുന്നത് എന്താണ്? Uncountable nouns. ഓക്കെ, ഇത്രയും നാൾ നമ്മൾ പഠിച്ചത് ഈ ഒരു ഡെഫിനിഷൻ ആയിരുന്നു അല്ലെ. പക്ഷെ ഇനി നമ്മൾ നോക്കേണ്ടത് കൗണ്ടബിൾ നൗൺ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ഫോംസ് ഉണ്ടെങ്കിൽ അത് കൗണ്ടബിൾ നൗൺ ആയിരിക്കും. പ്ലൂറൽ ഫോംസ് ഉണ്ടെങ്കിൽ അത് കൗണ്ടബിൾ നൗൺ ആയിരിക്കും. ഓക്കെ, പ്ലൂറൽ ഇല്ലെങ്കിൽ അൺകൗണ്ടബിൾ ആയിരിക്കും. ഈ ഒരു കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. പ്ലൂറൽ ഉണ്ടോ ഇല്ലയോ അത് വെച്ചിട്ടാണ് നമ്മൾ കൗണ്ടബിളും അൺകൗണ്ടബിളും നമ്മൾ നോക്കാൻ. ഓക്കെ, സോ എക്സാമ്പിൾ നോക്കാം. ആപ്പിൾ, an apple, 2 apples, 3 apple, boy, chair. ഇതൊക്കെ കൗണ്ടബിൾ എക്സാമ്പിൾ ആണല്ലേ. ബോയ്, ബോയ്സ്, ചെയർ കൗണ്ടബിൾ നൗൺ എക്സാമ്പിൾ അല്ലേ. ഗ്ലാസ്, ടേബിൾ എല്ലാം കൗണ്ടബിൾ നൗണിന് എക്സാമ്പിൾ ആണ് അല്ലേ. പെൻ, ബോൾ എല്ലാം കൗണ്ടബിൾ നൗൺ എക്സാമ്പിൾ ആണ്. സ്റ്റാർസ് കണ്ടോ, ഇതാണ് പ്ലൂറൽ ഫോം പറയാൻ കാരണം സ്റ്റാർസ് എപ്പോഴും ഒരുപാട് സ്റ്റാർസ് ഉണ്ട് അല്ലെ സ്കൈയില്. നമുക്കത് ഫുൾ ഇരുന്ന് എണ്ണി തീർക്കാൻ പറ്റുമോ? ക്യാൻ വി കൗണ്ട് ദാറ്റ്? ഇല്ല. സോ സ്റ്റാർ, സ്റ്റാർസ് കണ്ടോ, സ്റ്റാറും ഉണ്ട് സ്റ്റാർസും ഉണ്ട്. സ്റ്റാർന്ന് നമുക്ക് പറയാം, സ്റ്റാർസും പറയാം. സോ പ്ലൂറൽ ഫോം ഉണ്ട് നമുക്ക്. പക്ഷെ കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഒരുപാട് സ്റ്റാർസ് ഉണ്ടല്ലേ. നമുക്ക് ഒരു ദിവസം രാത്രി ഇരുന്നിട്ട് ഫുൾ സ്റ്റാർസ് ഇരുന്ന് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ കൗണ്ടബിൾ അല്ല സ്റ്റാർ, പക്ഷേ പ്ലൂറൽ ഫോം ഉണ്ട്, അതുകൊണ്ട് തന്നെ കൗണ്ടബിൾ നൗൺ ആണ്. സോ നമ്മൾ ഇനി നോക്കേണ്ടത് പ്ലൂറൽ ഫോം ഉണ്ടോ ഇല്ലയോ എന്നാണ്. ഓക്കെ, ആൻഡ് അൺകൗണ്ടബിൾ ആണെങ്കിൽ വിത്തൗട്ട് പ്ലൂറൽ ഫോംസ്, പ്ലൂറൽ ഫോം ഇല്ലാത്തതൊക്കെ അൺകൗണ്ടബിൾ നൗൺ ആണ്. എക്സാമ്പിൾ എയർ, റൈസ്, വാട്ടർ, മിൽക്ക്, മണി ഇതൊക്കെ കൗണ്ടബിൾ ആണോ? അല്ല, അൺകൗണ്ടബിൾ ആണ് അല്ലേ. മിൽക്ക് ഉണ്ട്, മണി ഉണ്ട്, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അൺകൗണ്ടബിൾ. ഓക്കെ, സോ ഈ രണ്ട് കാര്യമാണ് നോക്കേണ്ടത്. കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്ന് നമ്മൾ നോക്കണം. ക്ലിയർ ആണോ? സോ ഇന്ന് നമ്മൾ കണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ എന്താണ് നമ്മൾ നോക്കിയത്? നൗൺ എന്താന്ന് നോക്കി. നൗൺ നെയിമിംഗ് വേർഡ് ആണ്. പിന്നെ അതിന്റെ എക്സാമ്പിൾസ് കണ്ടു. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൗൺസ് കണ്ടു. ഫസ്റ്റ് വൺ ഏതാണ്? കോമൺ നൗൺ. പിന്നെ പ്രോപ്പർ നൗൺ കണ്ടു, കളക്റ്റീവ് നൗൺ കണ്ടു, അബ്സ്ട്രാക്ട് നൗൺ കണ്ടു, ഫൈനലി മെറ്റീരിയൽ നൗൺ കണ്ടു. ആൻഡ് അതിന് ശേഷം അടുത്ത ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു. 2 ടൈപ്സ് ഓഫ് നൗൺസ് ആണ് നമ്മൾ കണ്ടത്. ഏതൊക്കെയായിരുന്നു? 2 ടൈപ്സ് നമ്മൾ കണ്ടു. ഒന്ന് കൗണ്ടബിളും അൺകൗണ്ടബിളും. അപ്പൊ ഇത്രയും നാൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ നൗൺസ് ക്യാൻ ബി കൗണ്ടഡ് എന്നായിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല, പ്ലൂറൽ ഫോംസ് ഉണ്ടോ എങ്കിൽ അത് കൗണ്ടബിൾ നൗൺ ആയിരിക്കും. ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ് കനോട്ട് ബി കൗണ്ടഡ്, ശരിയാണ്, പക്ഷേ വിത്തൗട്ട് പ്ലൂറൽ ഫോംസ് ആണ് അൺകൗണ്ടബിൾ നൗൺസ്. ഇതുവരെയുള്ള ക്ലിയർ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഇപ്പോഴെങ്കിലും വരാണെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കാം. സോ ഐ തിങ്ക് ദാറ്റ്സ് ക്ലിയർ. സോ ഇനി നമുക്ക് ഇതിപ്പോ പാർട്ട് 1 ആണ്. നൗണിന്റെ അടുത്ത സെക്ഷൻസ് വരും ദിവസങ്ങളിലായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ ഇടാൻ പറ്റുന്നതായിരിക്കും. സോ നമ്മൾ കണ്ട 2 ക്ലാസിഫിക്കേഷൻ മാത്രമാണ്. സോ പ്ലസ് സബ്സ്ക്രിപ്ഷന്റെ കാര്യം ഞാൻ ഒന്നുകൂടെയും പറയാം. വളരെയധികം ബെനിഫിറ്റ്സ് ഉള്ള കാര്യങ്ങളാണ്. സ്ട്രക്ചേർഡ് കോഴ്സുകളുണ്ട്, PDF കിട്ടും, സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും, അതുപോലെ കസ്റ്റമൈസ്ഡ് പ്ലാൻസ് ഉണ്ട്, ഫ്രീ ലൈവ് ക്ലാസ്സസ് ആണ് എല്ലാം, അൺലിമിറ്റഡ് ആക്സസ് ഉണ്ട്. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക. അപ്പം ഇതിന്റെ റേറ്റും കാര്യങ്ങളും ഒന്നുകൂടെയും നോക്കാം. ഒരു മാസത്തേക്കാണെങ്കിൽ 1350 ആണ് വരുന്നത്. പക്ഷേ നമ്മൾ 2 years പ്ലാൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു മാസം 325 rupees വരുന്നുള്ളൂ. ഇനി അതിൽ നിന്നും നമുക്ക് കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോൾ, ഓരോന്നിനും കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോൾ 10% വെച്ച് കുറഞ്ഞു കിട്ടും. അപ്പൊ എന്റെ കൂപ്പൺ കോഡ് കണ്ടല്ലോ, താഴെ കൊടുത്തിട്ടുണ്ട്. REBA10, REBA10, REBA10 അതാണ് എന്റെ കൂപ്പൺ കോഡ്. അപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഈ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ആണ് ഡിസ്കൗണ്ട് ആയിട്ട് വരിക. ഓക്കെ,
സോ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൂപ്പൺ കോഡ് മറക്കാതിരിക്കുക. ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. ഓരോ മാസം നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. സോ അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് ക്വറീസ് ഒക്കെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഇതിന്റെ PDF ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിന്റെ അടുത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെൽ ബട്ടൺ വരും. അതുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കാഡമിയുടെ വീഡിയോസ് ഇടുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. Thank you for watching. Thank you and have a nice day.